ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ആമിക്കുട്ടീനെ അംഗനവാടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോണതിൻ്റെ മുന്നേ ഒരു ചെറിയ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പോണതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് എന്താ പറയുക, ജ്യൂസ് വേണം, ജ്യൂസല്ല ഷേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നെക്സ്റ്റ് ഒന്ന് പോകുമ്പോൾ ബോട്ടിൽ വാങ്ങുന്ന ഷേക്ക് ഇല്ലേ അമ്മ, എനിക്കത് വേണം പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിപാടി കേട്ടോ. എന്തായാലും നെക്സ്റ്റ് പോകാനുള്ള ടൈമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. സോ ഒരു കുപ്പിയുടെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. പാൽ, ബൂസ്റ്റ്. അപ്പോൾ ഇത് കലക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോവാം. എന്നിട്ട് അവിടെ കൂട്ടി കൊണ്ടുവന്നിട്ട് നമുക്കിത് എടുത്ത് വെക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടി ഞാൻ ആദ്യം പാലിതാ ഒരു ഗ്ലാസ്സിലേക്ക് ഒന്ന് താഴ്ത്താട്ടോ. പാല് പൊട്ടിച്ച് വയ്ക്കാൻ പോവുകയാണ്. ഇതിൽ കുറച്ചും കൂടി ബാക്കിയുണ്ട്. ഇപ്പോൾ മിൽമയുടെ അല്ലെങ്കിൽ ഇങ്ങനെ പാക്കറ്റ് പാൽ കാച്ചിക്കോളണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. അത് ഇതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവിധ പരിപാടികളും കഴിഞ്ഞിട്ടാണ് ഇവർ പാക്കറ്റാക്കി വിടുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഓവറായിട്ട് കാച്ചിട്ട് കോളാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിലേക്ക് അപ്പോൾ ഞാനിങ്ങനെ വന്നിട്ട് ഇതിനകത്ത് നിന്ന് എടുത്ത് കൊടുക്കുമ്പോൾ അവളുടെ എക്സ്പ്രഷൻ എന്താണെന്നുള്ളതും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഒരു പാക്കറ്റ് പൊട്ടിച്ച് നോക്കാം, ഒഴിച്ച് നോക്കാം. കലങ്ങിയില്ല ഗൈസ്, കലങ്ങിയില്ല. ഇത് ഇങ്ങനെയൊന്നും അല്ലടേ. ബൂസ്റ്റെല്ലാം പൊന്തി പൊന്തി നിൽക്കുന്നുണ്ടോ? അത് ചിലപ്പോൾ ചൂടില്ലാഞ്ഞിട്ടാവല്ലേ. ഞാനത് ഫ്രിഡ്ജിൽ നിന്നല്ലേ എടുത്തേ. കാരണം ഇതിൽ പഞ്ചസാര ഇടാണ്ട് കേട്ടോ. കളർ റെഡി ആവുന്നുണ്ട് കേട്ടോ. ഇതന്നെയാണ് അവൾ ഉദ്ദേശിച്ച സാധനം. ഇത് ശ്രുതി അവിടെ നെക്സ്റ്റ് പോകുമ്പോൾ എല്ലാം വാങ്ങിക്കൊടുത്ത് അവൾക്കിത് ശീലമായി. ഇതിലേക്ക് പഞ്ചസാര എടുത്തിട്ട് വരാം. അമ്മ മധുരമില്ല അമ്മ എന്നൊക്കെ പറയും. അതുകൊണ്ട് നമുക്ക് അതിനുള്ളൊരു അവസരം ഉണ്ടാക്കണ്ട. ഇത് അംഗനവാടി കൊണ്ടുവന്നാക്കി തിരിച്ചു വരുമ്പോഴാണ് ഞാൻ പാലൊക്കെ വാങ്ങി വന്നത്. അപ്പം അവൾ കണ്ടിട്ടില്ല. ചെങ്ക ചെക്ക ചെക്ക ചെക്ക. ശരിയാവുന്നുണ്ട്. കട്ടയെല്ലാം ഉടയുന്നുണ്ട്. പിന്നെ പാൽ ഇത്ര കട്ടി വേണോ എന്നുള്ള സംശയം എനിക്കുണ്ട്. കുറച്ച് വെള്ളം ആഡ് ചെയ്താലും തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ അവൾക്ക് സാധാരണ പാൽ കാച്ചി കൊടുക്കുമ്പോൾ ലേശം വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് കൊടുക്കാറ്. നമുക്ക് കുറച്ച് ടേസ്റ്റ് നോക്കാം. എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കാം. എങ്ങനെ ഉണ്ടായിട്ട് ഇതന്നെ സാധനം നമ്മൾ നെക്സ്റ്റ് ഒന്ന് വാങ്ങിക്കുന്നത്. വെറുതെ കുറേ കാശുകളായി. ഇപ്പം കണ്ടില്ലേ, കുലുക്കി കുലുക്കി ഞാൻ അതിൻ്റെ എല്ലാ ബൂസ്റ്റിൻ്റെ എല്ലാ തരികളും ഏകദേശം ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോവാം കേട്ടോ. ആമിനെ കൂട്ടി കൊണ്ടുവന്നിട്ട് വീഡിയോ കാണിച്ചു. ഇപ്പോൾ സെറ്റാണ്, ഓൾ സെറ്റാണ്. ഇനി ഞാൻ കൂട്ടാൻ പോവാണ് കേട്ടോ. നല്ല കുറച്ചൊക്കെ നടക്കാണ്ടാവും. അടുക്കളത്തേക്ക് വെക്കാം. അടുക്കളയിൽ കൂടി കയറാം.
വലിച്ചെറിയുന്ന എടുത്താ ബാഗ് കെട്ട് കേറ്. ആമി ഇങ്ങോട്ട് നോക്ക്. അംഗനവാടി പോയി വന്നില്ലേ? ആമി മേലെ കഴിക്കുക? നല്ല കുട്ടിയായ? ഇനി ആമിക്കുട്ടിക്ക് അമ്മ സർപ്രൈസ് തരട്ടെ. എന്താ സർപ്രൈസ് എന്ന് ഗസ് ചെയ്യ. എന്തൊക്കെയാവും? എന്ത് ക്ലേ ആണോ? ക്ലേ അല്ല. വേറെ ഒന്നും കൂടി പറയും. പറ. ഓക്കെ. തരട്ടെ. റെഡി? 1 2 3. എന്താ? എന്ത് ജ്യൂസ്? എന്ത് ജ്യൂസാ? ഇതമ്മ എവിടുന്നാ വാങ്ങിയത്? പറ ആമി പറ. എവിടുന്നാ പറ ആമി പറ. ആമിക്ക് അറിയുന്ന സ്ഥലം പറ. നെസ്റ്റോന്ന് വാങ്ങിച്ചതാണ് അമ്മ. അല്ലല്ല, അമ്മ ഒരാളോട് പറഞ്ഞു, ഡെലിവറി ബോയിനോട് പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുതരാം. വീട്ടിൽ കൊണ്ടുതരാൻ പറഞ്ഞു. എന്നാ കഴിച്ചോക്ക്, കുടിച്ചോക്ക്. ഇഷ്ടായോ? എന്താ തുറക്കാൻ പറ്റാത്ത? തുറക്ക്. തുറന്നു. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഓക്കെ, ഇഷ്ടായോ? ഹാപ്പി ആയോ? എന്നാ താങ്ക്സ് പറയൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ആമിക്കുട്ടിയുടെ സർപ്രൈസ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ആമി ബൈ പറ. അങ്ങനെ ഗൈസ്, എൻ്റെ സർപ്രൈസ് ഒക്കെ ഏറ്റിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളൊരു 40 രൂപ കൊടുത്ത് വാങ്ങേണ്ട ജ്യൂസ് ഞാൻ 40 രൂപയ്ക്ക് തന്നെ 3 ദിവസത്തിനുള്ള ജ്യൂസിനുള്ള സാധനം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ലേ ആമിക്കുട്ടി? അമ്മ ജ്യൂസിൻ്റെ ആളടുത്ത് പറയായിരുന്നു. ഹോം മെയ്ഡ് ഒന്നും കുട്ടിക്ക് ഇഷ്ടമല്ല. സോ ഗൈസ്, പണി വെച്ചിട്ടുണ്ട്. ബൈ.